വിജ്ഞാനത്തിന്റെ വെള്ളിച്ചെപ്പുകൾ ഇങ്ങനെ തുറന്നു കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ പടവാളെന്ന മുത്തനബി തങ്ങൾ നാവുകൊണ്ട് സമ്മതിച്ചു പോയ മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ കുറിച്ച് എന്തോ വർത്തമാനം പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഏ ഖാലിദേ, നിന്റെ നാവിനെ ഉയർത്തല്ലേ ഖാലിദേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖാലിദേ, ഫലൗ അൻഫഖത മിസ്ല ഉഹദിൻ ദഹബ ലം തുദ്രികു അമലു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ഖാലിദേ, ഖാലിദേ, നീ ആരെ കുറിച്ചാടാ പൊന്നുമോനെ പറയുന്നത്? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ പറ്റിയല്ലേ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ നിസാരക്കാരനല്ല. നീ ഉഹദ് മലയോളം നിന്റെ സമ്പത്തിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ ഫലം തുദ്രികുഹു അമലുഹു, മഹാനുഭാവന്റെ ജീവിതത്തിന്റെ ഒരു ചവിട്ടുപടിയോളം എത്തൂല. കാരണം എന്താ? വഹുവ ബദരിയുൻ, വഹുവ ബദരിയുൻ. അത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിയ, ബദരിയാണ്. അതുകൊണ്ട് മാന്യത പാലിക്കണം ഖാലിദ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ ഇത്രമാത്രം അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുത്ത, ആദരവ് കൊടുത്ത മഹാരഥന്മാരാണ്. മഹാരഥന്മാരാകുന്ന ബദരീങ്ങള്. കാരണം എന്താ? അവർക്ക് സമ്പത്ത് പ്രശ്നമല്ല, ആരോഗ്യം പ്രശ്നമല്ല, ആഫിയത്ത് പ്രശ്നമല്ല, ജീവിതത്തിന്റെ എല്ലാ വസ്തുവകകളില്ല, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചവരാ. ബദർ യുദ്ധകാലം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന്യ ശുഹദാവുൽ ബദരീങ്ങളെ, ഉദികത്തും ഇസ്ലാമിൽ ഉയർമാലും കൊടുത്തുള്ള ഉദിക പൂമ്പുലികളാം ബദരീങ്ങളെ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമ്പത്ത് കൊടുത്തവരാ, ആരോഗ്യം കൊടുത്തവരാ, ആഫിയത്ത് കൊടുത്തവരാ, കുടുംബത്തെ പണയം വെച്ചവരാ. അള്ളാഹുവേ പടച്ചവനെ, ഞങ്ങൾ വഫാത്തായാല് ഷഹീദായാല് പ്രശ്നമല്ല, ഈ ദീൻ അള്ളാഹുവെ രക്ഷപ്പെടണമെന്ന നീയത്തോടുകൂടി ജീവിതത്തെ, ജീവനയല്ല, അള്ളാന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു പോയ ബദരീങ്ങൾ ഉണ്ടല്ലോ. ആ ബദരീങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് ആദരിച്ചവരാ, ബഹുമാനിച്ചവരാ. അതുകൊണ്ട് പ്രിയമുള്ളവര്, നമ്മുടെ അവലംബം ബദരീങ്ങളാ, നമ്മുടെ ആശ്രയം ബദരീങ്ങളാ, നമ്മുടെ പിടിവള്ളി ബദരീങ്ങളാ. നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ ബദരീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പോകാ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ ശബ്ദം സഭിക്കുന്ന ബദറും തീരത്തിലെ ഉമ്മമാര് പഠിച്ചു വെക്കുക, വാപ്പമാര് പഠിച്ചു വെക്കുക. പുന്നാര ബദരീങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ അവലംബമാ. ഏത് പ്രയാസഘട്ടത്തില്, ഏത് പ്രതിസന്ധി ഘട്ടത്തില് അസ്ഹാബുൽ ബദറിനെ നിങ്ങൾ പിടിച്ചോ. ചില ആളുകൾ പറയുന്നുണ്ട് ബദരീങ്ങൾ സാധാരണക്കാരാ, ബദരീങ്ങൾക്ക് ശ്രേഷ്ഠതയില്ല, ബദരീങ്ങൾക്ക് നേട്ടമില്ല, ബദരീങ്ങൾ സാധാരണ സ്വഹാബികളെ പോലെയാണെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത ആളുകൾ പറയുന്നവരെ നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദ് ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹു സുന്ദരമായ ഒരു ചരിത്രം പറയുന്നുണ്ട്. മഹാനായ സയ്യിദ് ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവേ വനാന്തര പ്രദേശങ്ങളില് ഒരു വഴിയോരത്ത് തന്റെ കൂട്ടുകാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. ആ വഴിയിലൂടെ ആരും കടന്നു വരാൻ സാധ്യതയില്ല. ഒന്നുകിൽ വന്യമൃഗങ്ങൾ കൊന്നുമായിരിക്കോ, അതല്ലെങ്കിൽ അല്ലാഹുവേ കൊള്ളക്കാരെ പിടിച്ചെടുക്കുമായിരിക്കും. അതിലൂടെ യാത്രക്കാര് വരാറ് പതിവില്ല. അതുകൊണ്ട് തന്നെ സഞ്ചാരയോഗ്യമായ വഴിയല്ല. മഹാനായ സയ്യിദ് ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹു ആ വഴിയോരത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ കൂട്ടുകാരുമായിരിക്കുമ്പോ ഒരു മനുഷ്യനതാ ഒരു ഭാണ്ഡവുമായി കടന്നു വരികയാണ്. അത്ഭുതമേ, അത്ഭുതമേ, തന്റെ കച്ചവട ചരക്കുകളുമായി ഒരടിമയുമായ ഒരു മനുഷ്യൻ കടന്നു വരികയാ. മഹാനായ സയ്യിദ് ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹുവിന് അത്ഭുതമായി. ആ മനുഷ്യനോട് ചോദിക്കുന്നു, അജബൽ ഇംറിൻ, നിങ്ങളുടെ കാര്യം വല്ലാത്ത അത്ഭുതമാ. ഇതിലൂടെ ആരും വരാറില്ല, വന്നാൽ അപ്പുറത്തേക്ക് കടന്നു വരാറില്ല. കാരണം കൊള്ളക്കാരെ പിടിച്ചെടുക്കുന്ന വഴിയാണല്ലോ, വന്യമൃഗങ്ങൾ കൊന്നൊടുക്കുന്ന വഴിയാണല്ലോ. നിങ്ങൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇതുവഴി സഞ്ചരിച്ചു വന്നത്? മഹാനായ സയ്യിദ് ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹു പറയുമ്പോ ആ മനുഷ്യൻ പറയുന്നു, തങ്ങളെ, ആരാ പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കാണ്? ആരാണ് പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കാണ് വന്നതെന്ന്? സയ്യിദ് ഇബ്നു ഉഖൈൽ തങ്ങൾ ചോദിക്കുന്ന ആരുമില്ലല്ലോ. ഈ ഒരു അടിമ
മാത്രമല്ലേ നിങ്ങളോടൊപ്പം ഉള്ളത്? പിന്നെ ബാക്കിയുള്ളവരെവിടെ? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, തങ്ങളെ, ഞാൻ ആരാണെന്ന ചരിത്രം നിങ്ങൾക്കറിയോ? ഞാൻ ആരുടെ ഒപ്പമാണ് പടം കടന്നു വന്നതെന്നറിയോ? അസ്ഹാബുൽ ബദർ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ എന്ന് പറയുന്ന ഒരു വലിയ സംഘത്തോടൊപ്പമാണ് ഞാൻ വന്നത്. എനിക്കൊരു ജീവിതമുണ്ടായിരുന്നു തങ്ങളെ, മുമ്പൊരു ജീവിതമുണ്ടായിരുന്നു തങ്ങളെ. ഈ നിങ്ങളിരുന്ന വഴിയുണ്ടല്ലോ, ഈ വഴിയുടെ മധ്യത്തിൽ ഞാനൊരു ടെന്റടിച്ച് കിടന്നവനാ. വഴിയിലൂടെ നടന്നു വരുന്നവനെ കൊന്നൊടുക്കിയവനാ. ഒരുപാട് കൊള്ള മുതലുകൾ ഞാൻ പിടിച്ചെടുത്തവനാ. ഒരു ദിവസം ഞാൻ എന്റെ കൂട്ടുകാരുമായി നിൽക്കുമ്പോ 15 പേരടങ്ങുന്ന സംഘം കടന്നു വരികയാണ്. അവരുടെ കയ്യിൽ ദിർഹമുകളുണ്ട്, അവരുടെ കയ്യിൽ ദീനാറുകളുണ്ട്. ഞാൻ ഇങ്ങനെ അവരുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് എന്റെ ഈ കൈ കൊണ്ട് 10 പേരെ ഞാൻ കൊല്ലുകയോ. എന്നിട്ട് ബാക്കി 5 പേരുണ്ട്. അവരുടെ നേതാവിന്റെ അടുക്കലേക്ക് ഞാൻ കടന്നു ചെന്നതാ. ഞാൻ ചെന്നപ്പോ അവരെന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ആവശ്യമായതെന്താ? പറയുന്നു, എനിക്ക് നിങ്ങളുടെ സമ്പത്താ വേണ്ടത്. നേതാവ് പറയുന്നു, ഇല്ല ഇല്ല, ഞങ്ങൾ സമ്പത്ത് തരൂല, ഞങ്ങൾക്കതിൽ പേടിയില്ല, നിങ്ങൾ ഞങ്ങളെ കൊല്ലുമെന്ന് എനിക്ക് പേടിയില്ല. കാരണം എന്റെ സമ്പത്ത് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സംഘത്തെയോ. ഞാൻ ചോദിച്ചു, ആരെയാ നിങ്ങളെ പറയുന്നത്? ആ സമയത്ത് അതിന്റെ നേതാവ് പറയുന്നു, അസ്ഹാബുൽ ബദർ എന്ന് പറയുന്ന ഒരു സംഘമുണ്ട്, അവരെ ഞാൻ എന്റെ സമ്പത്ത് ഏൽപ്പിച്ചിരിക്കുകയോ. ഞാൻ ചോദിച്ചു, തങ്ങളെ, ആരാണ് ബദരീങ്ങൾ എന്നറിയില്ല, ആരാണ് അസ്ഹാബുൽ ബദർ എന്നറിയില്ല, എന്താണ് ബദർ എന്നറിയില്ല. ഞാനന്ന് വിശ്വാസിയല്ല. ഞാൻ ആ യജമാനനോട് ചോദിക്കുമ്പോ എന്നോട് പറഞ്ഞു, നീ ഒരു 5 നിമിഷം കുറച്ച് സമയം എന്റെ കൂടെ ക്ഷമയോടെ ഇരിക്കുമോ? ഞാനവിടെ ഇരിക്കുകയാ. എന്നിട്ട് ബദറിന്റെ ചരിത്രം പറയുകയാ, ബദരീങ്ങളുടെ പേര് പറയുകയാ. സുബ്ഹാനല്ലാഹ്, ഓരോ ബദരീങ്ങളുടെ പേരിങ്ങനെ കേൾക്കുമ്പോ എന്റെ ഹൃദയം ഇങ്ങനെ വല്ലാതെ ഇടിക്കുകയാ, വല്ലാതെ തുടിക്കുകയാ. ആ 313 പേരിങ്ങനെ കേൾക്കുമ്പോ ഉടൻ തന്നെ ഞാൻ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നവനാ. അന്ന് മുതൽ എന്റെ ഊണില്, എന്റെ ഉറക്കത്തില്, എന്റെ അടക്കത്തില്, എന്റെ അനക്കത്തില് ബദരീങ്ങളുണ്ട് തങ്ങളെ. ഒരാളും എന്നെ ആക്രമിച്ചിട്ടില്ല, ഒരാളും എന്നെ കുറ്റം പറഞ്ഞിട്ടില്ല, ഒരാളും എന്നെ പരിഹസിച്ചിട്ടില്ല, ഒരാളും എന്റെ ഈബത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ സുരക്ഷിതനാണ്, ബദരീങ്ങളുടെ കാവലിലായി ഞാൻ സുരക്ഷിതനാണെന്ന് മഹാനായ സയ്യിദ് ബിൻ ഉഖൈൽ റളിയല്ലാഹു അൻഹുവിനോട് ആ മഹാനുഭാവൻ പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അൽഹംദുലില്ലാഹ്, ആ ബദരീങ്ങളല്ലേ നമുക്ക് അവലംബമായി കടന്നു വരേണ്ടത്. അതുകൊണ്ട് ബദരീങ്ങളെ ചെറുത്തു പിടിക്കുക. ആ ബദരീങ്ങളുടെ പേര് നമ്മൾ മറക്കല്ലേ. പരിശുദ്ധമായ ബദർ യുദ്ധത്തിന് നമ്മിലേക്ക് സമാഗതമാവുകയാ. ദീനിന് വേണ്ടി സർവ്വതും സമർപ്പിച്ചു പോയ മഹാരഥന്മാരാകുന്ന ബദരീങ്ങളെ സ്നേഹിക്കുക. അവരുടെ പേരുകളൊന്ന് പറയാ, അവരുടെ ബൈത്തുകളൊന്ന് പാരായണം ചെയ്യാ. ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, നീ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇല്ലേ, നമ്മൾ കളിയല്ല. ബദരീങ്ങൾ നമ്മുടെ വീടുകൾ ബദർ യുദ്ധം, ബദറിന്റെ ആ ദിനത്തിൽ അല്ലെങ്കിൽ ബദരീങ്ങളുടെ പേരുകൾ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലണം. അത് വലിയ ബറക്കത്താണ്. വീട്ടിൽ കാവലാണ്. ബദർ മൗലിദ് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഹജ്ജിന് പോയവരുടെ ചരിത്രം പറയുന്നത് നമുക്കറിയാം. സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കാമെന്ന സംഘം അവർ രക്ഷപ്പെട്ടത് ബദരീങ്ങളുടെ കാവലിലായിരുന്നു എന്ന ചരിത്രം നമ്മൾ പഠിപ്പിക്കാണ്. കെട്ടുകഥകളല്ല, കെട്ടുകഥകളല്ല. പ്രിയമുള്ളവരത് കൊണ്ട് ബദർ ദിനം കടന്നു വരുമ്പോ, ബദർ ദിനം കടന്നു പോയാലും ബദരീങ്ങൾ നമ്മൾ മനസ്സിൽ നിന്ന് മായാൻ പാടില്ല. നമ്മുടെ വീടുകൾ മജ്ലിസുൻ നൂർ പാരായണം ചെയ്യാറുണ്ടല്ലോ. ആ മജ്ലിസുൻ നൂറിൽ എന്താണ് പറയുക? അത് ബദരീങ്ങളുടെ പേരാണ്, ഇല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അബ്ദഉ ബിസ്മിൽ വാഹിദ് ഹംദല്ലഹു ബിലാബിദി صلى على محمد والآل وسلام الله أدعوك يا مولا لنا بأهل بدر بدرنا محمد نبينا
صل عليه يا الله أبو بكر عمر عثمان ثم حيدر نسل لعوف عامر وطلحة بن عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. പുന്നാര ബദരീങ്ങളുടെ പേര് പറയുന്ന മജ്‌ലിസുൻ നൂർ പാരായണം ചെയ്യാറുണ്ട് അല്ലേ? ചില ആളുകൾ മജ്‌ലിസുൻ നൂർ, ഞങ്ങൾ മജ്‌ലിസുൻ നൂർ അല്ല, ബദരിയത്തുൽ ഹംസിയ നമ്മൾ പാരായണം ചെയ്യുക. ഏതാണ് ആ ബൈത്ത്? ബിസ്മിൽ മുഹൈമിനി അബ്തദി ഇംലാഇ വബിഹംദിഹി ശുക്രൻ അലൻ നഅമായി ثم الصلاة مع السلام على الذي قد خص بالمعراج والإسراء والآل والأصحاب أعلام الهدى سيد المشاهد منجد اللغفاه. ബദരിയത്തുൽ ഹംസിയ പാരായണം ചെയ്യുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവർ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വലിയ ബറക്കത്താണ്, വലിയ ബറക്കത്താണ്. ബദരീങ്ങളുടെ പേര് പറയുന്ന വൈത്തുകൾ നമ്മൾ ചൊല്ലണം. ഇനി പേര് പറയുന്നതല്ല, അവരുടെ നാമങ്ങളെ തവസ്സുലാക്കി ചൊല്ലുന്ന എത്രയോ പ്രാർത്ഥനകളുണ്ട്, ബൈത്തുകളുണ്ട്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ചരിത്രം പറയുന്നതായി കാണാം. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ പിതൃവ്യ സഹോദരൻ, എന്റെ പ്രിയമുള്ളവരെ, പിതൃവ്യന്റെ മകനെ കൊള്ളക്കാർ പിടിച്ചുകൊണ്ടുപോയി. വലിയ മോചന ദ്രവ്യം ചോദിച്ചു, പൈസയില്ല. ആ സമയത്ത് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഒരു പേപ്പറിൽ ബദരീങ്ങളുടെ പേരെഴുതി ആ മകൻ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ഇവരെ തവസ്സുലാക്കി നീ ദുആ ചെയ്തോ, നിന്നെ രക്ഷപ്പെടുത്തും. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ മകന് പൊന്നുപോലെ തിരിച്ചു വരുന്നു. പ്രശ്നങ്ങളില്ല, അപകടങ്ങളില്ല, ആപത്തുകളില്ല. ആ മകനോട് ചോദിച്ചു, മോനെ നിന്നെ വെറുതെ വിടാൻ കാരണമെന്താ? ആ സമയത്ത് പറയുന്നു, ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ എനിക്ക് ബദരീങ്ങളുടെ പേരിലുള്ള പ്രാർത്ഥനകൾ പറഞ്ഞു തന്നു. ഞാനതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലുമായിരുന്നു. അങ്ങനെ എന്റെ പ്രിയമുള്ളവര് എന്നെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നു, ആളുകൾ വാങ്ങുന്നു. വാങ്ങുന്നവർക്കെല്ലാ ദുരിതങ്ങളും സങ്കടങ്ങളുമാണ്. എനിക്കങ്ങനെ പേര് വന്നു. ഈ മനുഷ്യനെ വാങ്ങുന്നവരാരാണോ അവൻ നശിക്കുമെന്ന പേര് തന്നെ വേണു. നിസ്സാരമായ 7 ദിർഹമിന് പോലും എന്നെ വിറ്റവരുണ്ട്. അങ്ങനെ ഞാൻ എന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. കപ്പലിലൂടെ രാജാവിന്റെ മകൻ ഇങ്ങനെ സഞ്ചരിക്കുന്നു. കപ്പലിങ്ങനെ തകരാൻ തുടങ്ങി. ചരിത്രം വിശാലമാണ്. അവസാന രാജാവിനിക്ക് 100 ദിർഹം ഇങ്ങോട്ട് തരികയാണ് ഇവിടെ നിന്ന് പോകാൻ. അങ്ങനെയാണ് ഞാൻ മടങ്ങി വന്നത്. സുബ്ഹാനല്ലാഹ്, ബദരീങ്ങൾ നിസ്സാരക്കാരല്ല. മഹാനായ ജഅഫർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറയുന്നു, മോനെ നീ ദുആ ചെയ്യുന്നതിന് മുമ്പ് ബദരീങ്ങളുടെ പേരൊന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യുവോ, അല്ലാഹു ദുആ സ്വീകരിക്കുമെന്ന് മഹാനായ ജഅഫർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു തന്റെ മകനോട് വസിയത്ത് ചെയ്യുകയാണ്. ബദരീങ്ങളുടെ പേര് മാത്രമല്ല, അവരെ വസീലയാക്കി ചൊല്ലുന്നതിന് പോലും നേട്ടമുണ്ട് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കണില്ലേ? നമ്മുടെ വീടുകളിലൊക്കെ മഗ്‌രിബ് നിസ്കാരങ്ങൾ ഉമ്മമാരെ ചൊല്ലിരുന്ന ഒരു ബൈത്തുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ചൊല്ലിയിരുന്നു അല്ലേ? നമുക്കൊക്കെ അറിയാം മറ്റൊരു ബൈത്ത്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദർ യാ അല്ലാഹ്. ഒക്കെ നമ്മൾ ചൊല്ലണം, നമ്മുടെ തലമുറകളെ പഠിപ്പിക്കണം.
പഠിപ്പിക്കണം. ബദരീങ്ങളെ സ്നേഹിക്കുന്ന, ബദരീങ്ങളെ ഇഷ്ടപ്പെടുന്ന റോൾ മോഡൽ ബദരീങ്ങളായി മാറുന്ന തലമുറകൾ കടന്നു വരട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ കടങ്ങൾ, പ്രയാസങ്ങൾ, പാപങ്ങൾ എല്ലാം അല്ലാഹു റാഹത്തിലാക്കി തരുന്നവരാണ് ബദരീങ്ങൾ. അല്ലാഹുവേ പടച്ചവനെ, ഈ ബദരീങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണയല്ല. ബദരീങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറക്കി വെക്കാൻ ഭാഗ്യം തരണയല്ല. ഞങ്ങളുടെ രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കടങ്ങളെല്ലാം നീ വീട്ടി തരണേ അല്ലാ. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, കഥ പറയുന്ന ബദറെന്ന മനോഹരമായ വിഷയം നമ്മൾ പാടി പറയുമ്പോ അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് നീ എല്ലാവിധ റാഹത്തും തരണേ അല്ലാ. ജീവിതത്തിൽ ബറക്കത്ത് തരണേ അല്ലാ. നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആ ബദരീങ്ങളുടെ തൃപ്തിയിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. കഴിയണം നമുക്ക്.